ഭാരതത്തിന്റെ പടിഞ്ഞാറേ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മലനിരകളും അവയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുമാണ് പശ്ചിമഘട്ടം എന്ന് വിളിക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ ദുബൈ ജില്ലയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ അഗസ്ത്യാചിറം താലൂക്ക് വരെ 1600 കിലോമീറ്റർ നീളമുണ്ട് പശ്ചിമഘട്ട മലനിരകൾക്ക്. കേരളത്തിൽ പാലക്കാടൻ ചുരം പശ്ചിമഘട്ടത്തെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. വടക്കുഭാഗത്തെ നീലഗിരിയെന്നും തെക്കുഭാഗത്തെ ആനമലയെന്നും വിളിക്കപ്പെടുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഭൂപ്രകൃതി കേരളത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. കിഴക്കൻ പീഠഭൂമി പ്രദേശങ്ങളിൽ നിന്നുള്ള വരണ്ട കാറ്റ് കേരളത്തിൽ എത്താതെ തടഞ്ഞു നിർത്തുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. കേരളത്തിന്റെ ജലപ്രകൃതി നിയന്ത്രിക്കുന്നതിൽ പശ്ചിമഘട്ട മലനിരകളുടെ പങ്ക് പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ എല്ലാ പ്രധാന നദികളും പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളം. എന്നാൽ പെയ്യുന്ന മഴ മണിക്കൂറുകൾക്കുള്ളിൽ കടലിൽ എത്തിച്ചേരുന്നു. വർഷത്തിൽ ശരാശരി 125 ദിവസം മഴ ലഭിക്കുന്ന കേരളത്തിൽ വെള്ളം കടലിൽ പോകാതെ തടഞ്ഞു നിർത്തുവാനും കെട്ടിക്കിടക്കുന്ന ജലത്തെ ഉപരിതലത്തിൽ നിർത്തുവാനും ആകെയുള്ള ജലസമ്പത്തിനെ വർദ്ധിപ്പിക്കുവാനുമാണ് പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ നീർത്തടാധിഷ്ഠിത പദ്ധതികൾ രൂപം പ്രാപിച്ചത്. കേരളത്തിന്റെ ഭൂപ്രകൃതി സൂക്ഷ്മതലത്തിൽ പോലും സന്തുലിതമല്ല. അതുകൊണ്ട് വികേന്ദ്രീകൃതവും പ്രാദേശികവുമായ ഭൂപ്രകൃതിക്കനുസൃതമായ ജലസംരക്ഷണ പരിപാടികൾ ആവിഷ്കരിക്കുവാൻ തുടങ്ങി. അടിസ്ഥാന വിഭവമായ ജലത്തിന്റെ പരിപാലനത്തിലൂടെ മണ്ണിന്റെ ഉൽപാദനശേഷി ഉയർത്താനാകുമെന്ന് മനസ്സിലാക്കപ്പെട്ടു. ജൈവ വൈവിധ്യത്തിന്റെ സന്തുലനം നിലനിർത്തിക്കൊണ്ട് പ്രകൃതി സമ്പത്തിനെ ജീവസന്ധാരണ പ്രക്രിയയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ ആശ്രയിച്ചാണ് കാലത്തിന്റെ നിലനിൽപ്പ്. പശ്ചിമഘട്ട മേഖലയിൽ 1991 സെൻസസ് പ്രകാരം 490 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്നുവെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ നിരവധിയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ നീർത്തടാധിഷ്ഠിത പ്രകാരത്തിൽ പരിഹരിക്കുകയും പരിസ്ഥിതി സന്തുലനവും സംരക്ഷണവും ഉറപ്പാക്കുകയും പ്രകൃതിക്ക് അനുയോജ്യമായ ജീവിത രീതികൾ സ്വീകരിക്കുവാൻ ജനങ്ങളെ തയ്യാറെടുപ്പിക്കുകയും ചെയ്യുക എന്നത് പശ്ചിമഘട്ട പദ്ധതിയുടെ മുഖ്യധാരാ പ്രവർത്തനമാണ്. ഇന്ത്യയിലെ ദേശീയ വികസന കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് 1974 പശ്ചിമഘട്ട വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പശ്ചിമഘട്ട മേഖലയിലെ പ്രകൃതി വിഭവങ്ങളുടെ സമഗ്രവും ശാസ്ത്രീയവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമാക്കി നീർത്തടാധിഷ്ഠിത പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കി വരുന്നു. മേഖലയുടെ സംരക്ഷണവും പ്രകൃതി സന്തുലിതാവസ്ഥയും നിലനിർത്തി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയിൽ 72% വരുന്ന കിഴക്കൻ മലനിരകളായ സഹ്യാദ്രിയുടെ ചെരുവ് പ്രദേശങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും 600 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളെയാണ് ഈ പശ്ചിമഘട്ട വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 80ഉം 999 ഗ്രാമപഞ്ചായത്തുകളിൽ 537ഉം ഈ പദ്ധതി പ്രദേശത്ത് ഉൾപ്പെടുന്നു. പ്രസ്തുത പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു. പശ്ചിമഘട്ട വികസന പദ്ധതിയുടെ ഭാഗമായി മേഖലയിലെ ജനിതക ജൈവ വൈവിധ്യം സംരക്ഷിക്കുകയും മണ്ണ്, ജലം എന്നിവയെ ശാസ്ത്രീയമായ പരിപോഷണത്തിലൂടെ ഉപയുക്തമാക്കുകയും പ്രാദേശിക സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ തൊഴിൽ ഉറപ്പുവരുത്തുകയും ചെയ്യും. പശ്ചിമഘട്ട വികസന പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ഭരണസമിതി പുതിയതായിട്ട് ചാർജ് എടുക്കും. അത് മുൻപായിട്ട് തന്നെ നടക്കുന്നൊരു പദ്ധതിയാണ് പശ്ചിമഘട്ട വികസന പദ്ധതി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ് അതിൻ്റെ പദ്ധതികളൊക്കെ നടത്തിയതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അതിനുശേഷം സർക്കാർ ഒരു ഉത്തരവിറക്കുകയും ഗ്രാമപഞ്ചായത്തിനെ ഇത് പൂർണ്ണമായി ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയും അഗ്രികൾച്ചർ ഓഫീസർ കൺവീനറും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായിട്ട് പുതിയ അക്കൗണ്ട് തുടങ്ങി. അക്കൗണ്ടിലേക്ക് പൈസ വന്ന് പൂർണ്ണ അധികാരം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമായി എത്ര പൈസയാണോ വെസ്റ്റേൺഘട്ട് പരിപാടിയിൽ എത്ര ലക്ഷങ്ങളാണോ ചെലവഴിക്കുന്നതുണ്ടെങ്കിൽ അതിൻ്റെ 10% ഫണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് മാറ്റിവെക്കാമെന്ന് സർക്കാരിലേക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഗ്രാമപഞ്ചായത്തിന് ഈ പദ്ധതി തന്നെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത്. നടപ്പിലാക്കാനായിട്ട് ഒട്ടനവധി തടസ്സങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു പ്രാവശ്യം ഈ ഫണ്ട് കൃത്യസമയത്ത് ചെലവഴിക്കാത്തതിൻ്റെ പേരിൽ ഇത് ഫ്രീസ് ആവുകയും അത് രണ്ടാമത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നാള് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ തിരുവനന്തപുരത്ത് പോലും പല ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കലൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇതിൽ ഏറ്റവും വലിയ മാസ്റ്റർ പ്രോജക്റ്റായ അശ്ശാരിക്കുന്ന് പ്രോജക്റ്റ് മൈനർ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് മേൽനോട്ടം വഹിച്ചിരുന്നതും അത് നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റിൽ തന്നെ പല പ്രാവശ്യം എസ്റ്റിമേറ്റ്